മാസമുണ്ട് 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 കോമഡി ഒന്നുമില്ല, നല്ല മാസം. പക്ഷേ താതരത്തിലും കൂടെ കാണുന്ന രീതി തന്നെ ത്രില്ലിംഗ് ഉണ്ട്. അത്ര ആണോ? എങ്ങനെ എല്ലാ ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് കാണാൻ പറ്റുന്ന അടിപൊളി. സമൂഹത്തിൽ ഒരു വലിയ മെസ്സേജ് കൊടുക്കുന്നത് ഇതിനകത്ത് ഭക്തിയുണ്ട്. അതേപോലെ തന്നെ മേക്കിംഗ് ബേസിലാണെങ്കിൽ ഒരുപാട് GFX വന്നിട്ടുണ്ട്. നമ്മുടെ ഇതുകൊണ്ട് പറയുന്നത് ദൈവം, മനുഷ്യൻ, അതായത് മരണം, ജീവിതം, ഇതിന്റെയൊക്കെ ഇടയിൽ മനുഷ്യർക്കുണ്ടാകാത്ത ചില കാര്യങ്ങളാണ് ഇതിനകത്തോട് എടുത്തു പറയാൻ ശ്രമിച്ചേക്കുന്നത്. നമ്മളെ ചെയ്ത തെറ്റുകളൊക്കെ ലാസ്റ്റ് പറയുന്നുണ്ട്. ഈ സിനിമ കൊള്ളാം, ദൈവത്തിന്റെ ഒക്കെ പടമാണ്, എല്ലാവർക്കും കാണാം. ഫൈറ്റ് സീനൊക്കെ കൊള്ളാം. ഇന്റർവെല്ലിന് മുമ്പേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഇന്റർവെല് കഴിഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തു ഈ പടം എന്ത് ശരിക്കും നമുക്ക് തരുന്ന ഒരു പാഠം തന്നെ. ക്ലൈമാക്സിന് ശേഷം തരുന്ന പാഠം നല്ലൊരു തീമുണ്ട്, നല്ല കുഴപ്പമില്ല. ഞാൻ പയതെല്ലാം പറയുന്നില്ല, നല്ല പടം. ഈ സാധാരണഗതിയിൽ ഒരു മാസ് പടമൊക്കെ പ്രതീക്ഷ വരുന്ന സംഭവമാണ്. മാസമുണ്ട് കോമഡി ഒന്നുമില്ല, നല്ല മാസം. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ഒരു ഭയങ്കര പാഠം തരുന്നുണ്ടെന്ന് തോന്നുന്നു. പാഠം തരുന്നെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റുകൾ ഉപയോഗിക്കുക, ഫോൺ ഉപയോഗിക്കരുത്, വണ്ടി പോകുമ്പോൾ ഫോൺ ഉപയോഗിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സാധാ ഒരു തെലുങ്ക് പടം പ്രതീക്ഷ വരുന്ന പോലെ തന്നെ ആയിരിക്കും, അതോ അതിനേക്കാളൊക്കെ അപ്പുറമായിരിക്കും? ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി പടം? ആണോ? എങ്ങനെ എല്ലാ ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് കാണാൻ പറ്റുന്ന പടം? വെട്ടുമുത്തും പരിപാടികൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? അതോ എങ്ങനെ മൊത്തം ഇടിയാണോ? ഒരു സാധാ കന്നഡ പടമായിട്ടാണോ തോന്നിയത്, അതോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? എന്ത് ഭയങ്കര അടി ഉണ്ടായിരുന്നു? ആണോ? അത് യൂഷ്വൽ ആയിട്ടുള്ള കന്നഡ. എന്നാലും അവസാനമൊക്കെ എന്ത്? അവസാനം കൊള്ളാം, മ്യൂസിക് കൊള്ളാം. ബാക്കി മൊത്തത്തിൽ കഥ എങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു? എന്നാൽ സിനിമയും ഒരു യൂഷ്വൽ തെലുങ്ക് സംഭവം ആയിരിക്കും, അതോ അതിനപ്പുറത്തേക്കാൾ ആണോ? അങ്ങനത്തെ കന്നഡ പടം. പക്ഷെ പടത്തിന്റെ അവസാനത്തേക്ക് വരുമ്പോൾ ഈ മാസം മാത്രമല്ല, കുറച്ച് ലെസൺ പോലൊക്കെ എന്തൊക്കെ തരുന്നുണ്ടെന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഉപേന്ദ്ര ഉള്ളതുകൊണ്ട് ഉപേന്ദ്രയുടെ സ്വാഗതമുള്ളതുകൊണ്ട് പടം നല്ല രസമുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? പടം അടിപൊളിയായിരുന്നു. ക്ലൈമാക്സ് ഒട്ടും വിചാരിച്ചില്ല. മറ്റേ 11 പേര് അടിപൊളിയായിരുന്നു. പറഞ്ഞോ, വൈകിട്ട് പറഞ്ഞു. കിടിലൻ പടം, എല്ലാം കണ്ട് അടിപൊളി. ഷാമിശറിന് അയ്യപ്പ ആരെ ഏറ്റവും കൂടുതൽ, ഉപേന്ദ്രാണോ ഇഷ്ടപ്പെട്ടത് അതോ ശിവരാജ് കുമാർ? രായപ്പനും മറ്റേ പുള്ളി അടിപൊളിയായിരുന്നു. പുള്ളിയുടെ പേര് അറിയാൻ പാടില്ലാത്തോണ്ട് ഞാൻ പറയില്ല. അടിപൊളി പടം പറഞ്ഞു. പടം എന്ന് പറഞ്ഞാൽ നമ്മൾ കന്നഡ സിനിമയിലെ പ്രസ്തുതരായ 3 നടന്മാരാണ്. ഋഷഭൊക്കെ, പിന്നെ ശിവരാജ് കുമാർ, പിന്നെ ഉൽപ്പല, അവരൊക്കെ പ്രസ്തുതരായ വ്യക്തികളാണ്. പക്ഷെ ഇതിനകത്ത് അവർ പറയാൻ ശ്രമിച്ചേക്കുന്ന വെച്ചാൽ ഒരു സമൂഹത്തിൽ ഒരു വലിയ മെസ്സേജ് കൊടുക്കുന്നത്. ഇതിനകത്ത് ഭക്തിയുണ്ട്. അതേപോലെ തന്നെ മേക്കിംഗ് ബേസിലാണെങ്കിൽ ഒരുപാട് GFX വന്നിട്ടുണ്ട്, ഒരുപാട് VFX വന്നിട്ടുണ്ട്. ഒരു നമ്മുടെ ഇതുകൊണ്ട് പറയുന്നത് ദൈവം, മനുഷ്യൻ, അതായത് മരണം, ജീവിതം, ഇതിൻ്റെയൊക്കെ ഇടയിൽ മനുഷ്യർക്കുണ്ടാകാത്ത ചില കാര്യങ്ങളാണ് ഇതിനകത്തോട് എടുത്തു പറയാൻ ശ്രമിച്ചേക്കുന്നത്. നമ്മുടെ അനാസ്ഥ കൊണ്ട് ചിലപ്പോൾ നമുക്ക് മരണം സംഭവിക്കും. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ഹെൽമെറ്റ് വയ്ക്കാതെ മൊബൈൽ ഫോൺ കയ്യിൽ വെച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതെല്ലാം ഇതിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറേ സമൂഹത്തിന് കുറേ മെസ്സേജുകൾ നൽകുന്നുണ്ട്. പക്ഷേ വലിയ വലിയ നടന്മാർ വന്ന് പറയേണ്ടി വന്നു. അതാണ് ഇതിൻ്റെ വിഷയം. ഇത് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ഇവരെല്ലാം നല്ല കോമഡിയന്മാരായിട്ട് തോന്നും. പക്ഷേ ഇൻ്റർവ്യൂവിൽ കഴിയുമ്പോൾ അതിൻ്റെ സ്റ്റൈല് മാറും. ഭയങ്കര മേക്കിങ്ങിൽ ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് ആയാലും മേക്കിങ്ങിലൊക്കെ ഒരുപാട് റിച്ച്നെസ് പുലർത്തിയിട്ടുണ്ട്. പടം ഇഷ്ടപ്പെട്ടു. സൂപ്പർ പടം. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ എക്സ്പീരിയൻസ്? കാണാൻ നല്ല സുണ്ടായിരുന്നു. ത്രില്ലിംഗ് ആയിരുന്നു. ആരുടെ ഫാനായി? രാജ്കുമാർ ആണോ അതോ രാജ്കുമാർ? സൂപ്പർ ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട്. ത്രില്ലിംഗ് നല്ല സുണ്ടായിരുന്നു. എന്തോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫൈറ്റ് സീൻസ് ഒക്കെയാണോ? ഫൈറ്റ് സീൻ മറ്റേ എന്താ പറയാ, ലാസ്റ്റ് ഫൈറ്റ് സീൻ ഉണ്ടല്ലേ, ആ സീൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ മറ്റേ രക്ഷിക്കാൻ വന്ന സീൻ, അതൊക്കെ. പിന്നെ വണ്ടിയുടെ റൈഡിങ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇഷ്ടപ്പെട്ടു. ചേച്ചിങ് സീൻ അതെല്ലാം ഇഷ്ടപ്പെട്ട്. പിന്നെ എന്തായാലും തോക്കിന്റെ സീനില്ലേ, തോക്ക് സീൻ, അതൊക്കെ ഇഷ്ടപ്പെട്ട്. ഒരു സാധാ കന്നഡ പടം കാണാൻ വരുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുവോ അതോ? അങ്ങനെ വെച്ചാൽ അത് കറക്റ്റാണ്. ഇഷ്ടപ്പെട്ടു എന്തായാലും. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും. എത്ര കോടി കളക്ട് ചെയ്യായിരിക്കും കേരളത്തിൽ നിന്ന്? കോവിഡിന്ന് എത്ര കോടിന്ന് പറയാ കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും നല്ലൊരു ഇതാകും, കേറും ഉറപ്പ്. നല്ല ഇഷ്ടപ്പെട്ടു.
എങ്ങനെയുണ്ടായിരുന്നു പടം? പടം കൊള്ളായിരുന്നു. അടിച്ചു പൊളിച്ച് പറ, എങ്ങനെയുണ്ട്? പടം കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു. നമ്മളെ ചെയ്ത തെറ്റുകളൊക്കെ ലാസ്റ്റ് പറയുന്നുണ്ട്. ഈ സിനിമ ഉണ്ടതിനെ കൊള്ളാം, ദൈവത്തിന്റെ ഒക്കെ പടമാണ്, എല്ലാവർക്കും കാണാം. ഫൈറ്റ് സീൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഫൈറ്റ് സീനൊക്കെ കൊള്ളാം, അടിപൊളിയാണ്. ആരുടെ ഫാനാ? രായപ്പൻ ഫാനാണോ? രായപ്പൻ ഫാനാ. എനിക്കിടലായിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ശിവരാജ് കുമാർ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ ശിവരാജ് കുമാർ എല്ലാരും കൊള്ളായിരുന്നു, എല്ലാരും കൊള്ളായിരുന്നു. സിനിമ അവസാനമായിട്ട് തരുന്ന എന്തോ മെസ്സേജ് പോലെ? മെസ്സേജ് നമ്മ തെറ്റുകളൊക്കെ ചെയ്യുന്നത് ലാസ്റ്റ് പറയുന്നുണ്ട്. നമ്മ ഇങ്ങനെ ചെയ്ത കാര്യങ്ങൾ ലാസ്റ്റ് പറഞ്ഞ് തിരുത്താനുള്ള ഒരു സംഭവം ഇതിൽ പറയുന്നുണ്ട്. സിനിമ കൊള്ളാം. മലയാളത്തിൽ ഇവിടെ ഓടും തോന്നുന്നുണ്ടോ? ഒരു 50 കോടിയൊക്കെ കയറും. 50 മണിക്ക് കയറോ അറിഞ്ഞൂടാ. എന്തായാലും കൊള്ളാം, പടം കൊള്ളാം. പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നോളാ? പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? എന്നാലും ആരായിരുന്നു നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട? രായപ്പന്. ക്ലൈമാക്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ പ്രതീക്ഷിച്ച ക്ലൈമാക്സ് ആയിരുന്നു? പ്രതീക്ഷിച്ച ക്ലൈമാക്സ് അല്ലായിരുന്നു, എന്നാലും അടിപൊളിയായിരുന്നു. ആ ദൈവങ്ങളൊക്കെ വന്ന സീനൊക്കെ. 45 ആവറേജ് ആണ്, ആവറേജ് തോന്നിയത്. ആണോ? സാധാ കന്നഡപ്പടം, ഒരു സാധാ നോർമൽ കണ്ടിട്ട് അങ്ങോട്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് പടം. അങ്ങനത്തെ ഉള്ളു. അങ്ങനെ ഭയങ്കര ഭീകരമായിട്ടൊന്നും തോന്നി? ഭീകരമായിട്ടൊന്നും പടം ഓടൂ? ഓടോന്ന് വെച്ചാ പുറത്തോട്ട് ഇരിക്കും, കേരളത്തിലോടൂല. പടത്തില് ഇവിടെ കണ്ടിട്ട്, ഇതിനകത്ത് കണ്ടിട്ട് ആരെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെയാ? ഇഷ്ടപ്പെട്ടത് ആ ദൈവങ്ങളൊക്കെ വന്നില്ലേ, അതൊക്കെ കൊള്ളായിരുന്നു. ബാക്കി നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് പറ്റും തോന്നുന്നു. ഇല്ലില്ല. ലോജിക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ലോജിക്ക് നമ്മുടെ ഇവിടുത്തെ ഒരു ലോജിക്കിന് പറ്റിയതല്ലേ, പുറത്ത് അവരുടെ ആ ഒരു രീതിയിൽ എടുത്തേക്കണല്ലേ, അപ്പൊ അവർക്ക് നല്ലതായിരിക്കും. ഇവിടെ അത്രക്ക് ഇതാവൻ ഹിറ്റാവാൻ പോകണമെന്നുള്ള